Dear students, let's continue Lucas' essay Boss. Since he lives all the time, and all the time something is happening in which he is the central figure, he has always something new to discourse upon himself, his house, his garden, himself, his wife, his children, himself, his car, his handicap, himself, his health, his ancestry, himself, the strange way in which, without inviting them to, all kinds of people confide in him and ask his advice, his humorous way with waiters, his immunity from influenza, his travels, the instinct which always leads him to the best restaurants, his clothes, his tendencies, his freedom from shibboleths, he being one of those men who look upon the open air as the best church, his possible ignorance of the arts, but certitude as to what he himself likes, his triumphs over the income people, these are happy men, these was axle trees. അപ്പം നമ്മൾ ഈ എസ്സേയിൽ ബോറന്മാരെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇവിടെ ബോറന്മാരുടെ ഓരോ പ്രത്യേകതകളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇവിടെ ബോറന്മാർ ഇവരെന്താണ് എപ്പോഴും ഒരു സെൻട്രൽ ഫിഗർ ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് അവരെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇവിടെ പറയുന്നുണ്ട് ഹി ടോക്ക് അബൌട്ട് ഹിംസെൽഫ്, അവനെക്കുറിച്ച് അവൻ സംസാരിക്കുന്നു, അവൻ്റെ വീടിനെക്കുറിച്ച്, ഗാർഡനെ കുറിച്ചിട്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, കുട്ടികളെ കുറിച്ചിട്ട്, കാറിനെ കുറിച്ചിട്ട്, ഹെൽത്തിനെ കുറിച്ചിട്ട്, അങ്ങനെ അവനെ ബിലോങ് ചെയ്യുന്ന, അവനോട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അവൻ്റെ ട്രാവൽസിനെ കുറിച്ചിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. അതിനെക്കുറിച്ചൊക്കെ എന്താണ് അവന് സംസാരിച്ചു കൊണ്ടിരിക്കും. അവൻ്റെ ക്ലോത്ത്സ്, ഡെൻറ്റിസ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർക്കും അത് ഇൻട്രസ്റ്റ് ആണ് എന്നുള്ള ഒരു ധാരണയോട് കൂടി, അവർക്കും താല്പര്യമുള്ള കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ അയാളെക്കുറിച്ച് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ബോറന്മാർ പൊതുവേ ചെയ്തുകൊണ്ടിരിക്കാറ്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ബോറന്മാരെ ഹാപ്പി മെൻ എന്ന് നമുക്ക് പറയാം, വളരെ സന്തോഷമുള്ള ആളുകളെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ദീസ് ബോസ് ആക്ച്വൽ ട്രീസ് എന്ന് നമുക്ക് പറയാം. കാരണം ഒരുപാട് ലിസണേഴ്സ് ഉണ്ട് അവർക്ക്. അവരെക്കുറിച്ച് ഇവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. അവർക്കും ഇതൊക്കെ താല്പര്യമാണ് എന്ന ഒരു ധാരണയോട് കൂടിയാണ് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. I have been referring to boss exclusively as man. Whether that is quite just, I am not sure, but I shall leave it there. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞപ്പം ഹിംസെൽഫ്, അതുപോലെ തന്നെ ഹിസ് ഹൗസ്, ഹിസ് ഗാർഡൻ, ഹിസ് വൈഫ്, ഹിസ് ചിൽഡ്രൻ, ഹിസ് കാർ, അങ്ങനെ ഹിംസെൽഫ് എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ലൂക്കാസ് പറയുകയാണ് ബോറന്മാരെ പൊതുവേ എന്താണ് പുരുഷന്മാരാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ലൂക്കാസ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഹിംസെൽഫ് എന്ന് യൂസ് ചെയ്തിട്ട്. പക്ഷേ എനിക്ക് എന്താണ് ഷുവർ അല്ല അത് എന്നാണ് പറയുന്നത്. ഐ ആം നോട്ട് ഷുവർ. അത് സ്ത്രീകളും ബോറന്മാരായിട്ടുള്ളവരുണ്ടായിരിക്കാം എന്നുള്ള ഒരു ഇതിലാണ് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ്. Next, boys are happy largely because they have so much to tell and come so well out of it, but chiefly because they can find people to tell it to. The tragedy is they can always find their listeners, me almost first. And why can even notorious boys always be sure of an audience? The answer is the ineradicable kindness of human nature. Few men are strong enough to say, for heaven's sake, go away, you weary me. Boys make cowards of us all, and we are left either to listen and endure or to take refuge in craven flight. We see them in the distance and turn down side streets or hasten from the room. One man I know has a compact with a page boy, whose duty it is, whenever my friend is attacked by a certain bore in the club, to hasten up and say he is wanted on the telephone, an ingenious device. But it must not be worked too often, because my dear friend, although he can stoop to deceit and subterfuge, would not for anything let the boy think that he was avoiding him, would not bring grief to that complacent candid face, for it is one of the boy's greatest assets that he has a simplicity that disarms. Attitude, crafty men are seldom bows, very busy men are seldom bows. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ബോറന്മാർ വളരെ ഹാപ്പിയാണ്. കാരണം എന്താണ്, എപ്പോഴും അവർക്ക് എന്താണ് ലിസൺ ചെയ്യാൻ, അവർ പറയുന്നത് കേൾക്കാൻ ആരെങ്കിലും ഒക്കെ അവർക്ക് കിട്ടും. ദേ ക്യാൻ ഫൈൻഡ് പീപ്പിൾ ടു ടെൽ ഇറ്റ് ടു.
ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നത് കേൾക്കാനുള്ള ലിസണേഴ്സിനെ ബോറന്മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് ട്രാജഡി എന്താണെന്ന് വെച്ചാൽ ദേ ക്യാൻ ആൾവേസ് ഫൈൻഡ് ദ ലിസണേഴ്സ് മീ ആൾമോസ്റ്റ് ഫസ്റ്റ്. അപ്പോൾ ഗ്രേറ്റ് ട്രാജഡി എന്താണെന്ന് വെച്ചാൽ ബോറന്മാരാണെങ്കിൽ പോലും അവർക്ക് എപ്പോഴും ലിസണേഴ്സിനെ കിട്ടാറുണ്ട്. പലപ്പോഴും ഞാനും എന്താണ് ലിസണർ ആവാറുണ്ട്. ബോറന്മാർ പറയുന്നത് ലിസൺ ചെയ്യാനുള്ള ഒരു ഇത് എനിക്കും എന്താണ് അങ്ങനെ സംഭവിക്കാറുണ്ട്. ഞാനും അതിന് ഇരയാകാറുണ്ട് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും നൊട്ടോറിയസ് ബോറന്മാർക്ക് പോലും, വളരെയധികം ബോറടിപ്പിക്കുന്ന നൊട്ടോറിയസ് ആയിട്ടുള്ള ബോറന്മാർക്ക് പോലും എപ്പോഴും ഓഡിയൻസിനെ കിട്ടുന്നത്? അപ്പോൾ അതിനുള്ള ആൻസർ എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇൻഇറാഡിക്കബിൾ കൈൻഡ്നെസ് ഓഫ് ഹ്യൂമൻ നേച്ചർ. മനുഷ്യപ്രകൃതം അല്ലെങ്കിൽ കൈൻഡ്നെസ് എന്നുള്ള ഒരു ദയ ഉള്ള, അല്ലെങ്കിൽ മനുഷ്യന് വളരെ ദയാലുക്കളാണ് എന്നുള്ള ഒരു കാര്യം, അത് തന്നെയാണ് ബോറന്മാർക്ക് ഇത്രയും ലിസണേഴ്സിനെ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം ഒരുപാട് ദയുള്ള മനുഷ്യന്മാരുണ്ട്, അല്ലെങ്കിൽ കൈൻഡ്നെസ് കീപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരൊരിക്കലും പറയുന്ന ആളുകൾക്ക് സങ്കടം ഉണ്ടാവരുതെന്ന് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവരാണ്. അല്ലെങ്കിൽ അവർ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ അവർക്ക് സങ്കടമാവും എന്നുള്ളൊരു വിചാരമുള്ളവരാണ്. അപ്പോൾ ഒരിക്കലും എന്താണ് പറയുന്നവരെ അവരെന്താണ് അവർ വിഷമത്തിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ലിസണേഴ്സ് എല്ലാ മനുഷ്യരും എന്താണ് ഇവരെ ഒരിക്കലും വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പലപ്പോഴും അവർ പറയുന്നത് എന്തൊക്കെയായാലും, എത്ര ബോറടിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മളത് കേൾക്കും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇൻഇറാഡിക്കബിൾ കൈൻഡ്നെസ് ഓഫ് ഹ്യൂമൻ നേച്ചർ എന്നത് തന്നെയാണ് എപ്പോഴും ഓഡിയൻസ് ഉണ്ടാവാൻ കാരണം. ബോറന്മാർക്കും ഇത്രയും ഓഡിയൻസ് ഉണ്ടാവാൻ കാരണം. ചില ആളുകൾ മാത്രമേ പറയൂ നീ എന്നെ ബോറടിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നീ എന്നെ വളരെ ക്ഷീണിതനാക്കുന്നുണ്ട്, ദൈവത്തെ ഓർത്തൊന്ന് പോകൂ എന്നൊക്കെ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ പറയൂ. പലപ്പോഴും ബോറന്മാർ എന്ത് സംസാരിച്ചാലും മെജോറിറ്റി ആളുകളും എന്താ ചെയ്യുക, അത് എത്ര ബോറടിപ്പിക്കുന്ന കാര്യമാണെങ്കിലും കേൾക്കുന്നത് പോലെ ഭാവിക്കും. വളരെ കുറച്ച് പേര് മാത്രമേ പോവാൻ പറയുള്ളൂ എന്നാണ് പറയുന്നത്. പലപ്പോഴും അതുപോലെ എന്താണ് ബോറന്മാർ നമ്മളെ കവാറ്റ്സ് ആക്കുകയാണ്, ഭീരുക്കളാക്കുകയാണ് എന്നാണ് പറയുന്നത്. കാരണം ഈ ബോറന്മാർ വരുന്നുണ്ടെന്ന് തോന്നി, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിൽ നമ്മൾ പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ഒളിച്ചോടാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ പെടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ പലപ്പോഴും നമ്മളെ കവാറ്റ്സ് ആക്കാറുമുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് ലൂക്കാസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരാളെ അറിയാം, അയാൾക്ക് ഒരു പേജ് ബോയ് ഉണ്ട്. ആ പേജ് ബോയുമായിട്ടുള്ള ഒരു അഗ്രിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആരെങ്കിലും ക്ലബിൽ വെച്ചിട്ട് ഈ ഫ്രണ്ടിനെ ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ബോറന്മാർ സംസാരിച്ച് തുടങ്ങുകയാണെങ്കിൽ ഈ പേജ് ബോയ് വന്നിട്ട് ഈ ഫ്രണ്ടിനോട് പറയണം, എന്ത്, നിങ്ങൾക്കൊരു ഫോണുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകണം. അപ്പോൾ ആ ഒരു ബോറടിപ്പിക്കുന്ന ആ ഒരു ബോറിൻ്റെ ആ ഒരു ഇതിൽ നിന്നും ഇയാൾക്ക് രക്ഷപ്പെടാമല്ലോ. അപ്പോൾ അങ്ങനെ പേജ് ബോയുമായിട്ട് ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നീ ബോറന്മാരുടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ആ ഒരു രീതിയിൽ എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു അഗ്രിമെൻ്റ് പേജ് ബോയുമായിട്ട് എൻ്റെ ആ ഒരു ഫ്രണ്ട് ഉണ്ടാക്കിയിരുന്നെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരാളെ അറിയാമെന്നാണ് പറയുന്നത്. പേജ് ബോയ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജൊക്കെ സെൻഡ് ചെയ്യുന്ന മെസ്സഞ്ചർ ഉണ്ടാവില്ലേ, അറിയിക്കുന്ന മെസ്സഞ്ചേഴ്സ് ഉണ്ടാവില്ലേ, അതിനാണ് ഇവിടെ പേജ് ബോയ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും പേജ് ബോയിനോട് ഇങ്ങനെ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ക്ലബ്ബിൽ ഏതെങ്കിലും ബോറന്മാർ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പലപ്പോഴും എന്താണ് അങ്ങനെയൊക്കെ വിളിക്കാൻ ഇയാളുടെ അടുത്ത് അല്ലെങ്കിൽ പേജ് ബോയുമായിട്ട് അങ്ങനെ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കിയെങ്കിൽ പോലും എന്താണ് പലപ്പോഴും അത് വിജയിക്കാറില്ല എന്നാണ് പറയുന്നത്. കാരണം മനുഷ്യർക്ക് എന്താണ് ഒരു കൈൻഡ്നെസ് കീപ്പ് ചെയ്യുന്നവരാണ് മനുഷ്യരെന്ന് പറയുന്നത്. അപ്പം ബോറടിപ്പിക്കുന്ന ആളാണെങ്കിൽ പോലും ആ ഒരു ബോറിനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് എന്നാണ് പലപ്പോഴും അത് ലിസൺ ചെയ്യും. ഇയാളാണെങ്കിലും ഈ ഫ്രണ്ട് ആണെങ്കിലും അങ്ങനെ ലിസൺ ചെയ്യുമെന്നാണ് പറയുന്നത്. Of all bores, the most repellent specimen is the one who comes closer, the button-holing bore. This is the kind described by a friend of mine with a vivid sense of phrase as the man who spreads birdlime all over you. A bore who keeps a reasonable way off can be dealt with, but when they lean on you, you are done. It is worse when they fix your eyes only a foot away and tell you a funny story that isn't funny. Nothing is so humiliating as to have to counterfeit laughter at the bidding of a bore, but we do it. The incurable weakness and benignancy of human nature once again. അപ്പോൾ ഇവിടെ പറയുന്നത് ഏറ്റവും വിഷമം പിടിച്ച ബോർ എന്താണെന്ന് വെച്ചാൽ ബട്ടൺ ഹോളിംഗ് ബോറാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ
എൻ്റെ ഒരു ഫ്രണ്ട് അത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എ മാൻ ഹൂ സ്പ്രെഡ്സ് ബേർഡ് ലൈം ഓൾ ഓവർ യു. ഒരു മനുഷ്യൻ അവന് ബേർഡ് ലൈം നിങ്ങളുടെ മേൽ സ്പ്രെഡ് ചെയ്യുന്നു. അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ആ ഒരു ബട്ടൺ ഹോളിംഗ് ബോറിനെ വിശേഷിപ്പിച്ചത്. എന്ന് വെച്ചാൽ വളരെ ക്ലോസ് ആയിട്ട് നിങ്ങളടുത്ത് വന്ന് ബോറൻ രീതിയിൽ സംസാരിക്കുന്ന ബോറന്മാർ, അവർ സംസാരിക്കുമ്പോൾ അവരുടെ ആ ഒരു തുപ്പലം വരെ നമ്മുടെ മേൽ തട്ടും. ആ ഒരു രീതിയിലുള്ള ബോറന്മാരാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കഷ്ടം എന്നാണ് പറയുന്നത്. എ ബോർ ഹു കീപ്സ് എ റീസണബിൾ വേ ഓഫ് ക്യാൻ ബി ഡീൽ വിത്ത്. ഒരു റീസണബിൾ ഒരു ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ നമുക്ക് എങ്ങനെയെങ്കിലും ഡീൽ ചെയ്യാം. പക്ഷേ ചില ആളുകൾ എന്ത് ചെയ്യും, നിങ്ങളുടെ മേൽക്ക് ലീൻ ചെയ്യും. അത് വളരെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവർ നിങ്ങളുടെ കണ്ണുകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വളരെ അടുത്തായിട്ട് തന്നെ നിന്ന് കാര്യങ്ങളൊക്കെ പറയും. ഒൺലി എ ഫുട്ട് എവേ മാത്രം നിന്ന് കാര്യങ്ങളൊക്കെ പറയും. ഫണ്ണി സ്റ്റോറി ആണെന്നാണ് അയാൾ കരുതുന്നത്. പക്ഷെ ഒരിക്കലും അത് നമുക്ക് ഫണ്ണി ആയിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ലിസണേഴ്സിന് ഫണ്ണി ആയിരിക്കണമെന്നില്ല. അങ്ങനെയുള്ള കാര്യം വളരെ അടുത്ത് നിന്ന് പറയുന്ന ചില ബോറന്മാരുണ്ട്. അതാണ് വളരെ വേസ്റ്റ് ആയിട്ടുള്ള കാര്യമെന്നാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ബോറൻ കഥയൊക്കെ കേട്ടിട്ടും ആ ഒരു ബിഡിങ്ങിൽ നമ്മൾ ചിലപ്പോൾ എന്താണ് ചിരിക്കേണ്ടി വരും. ഒരു ഫണ്ണി സ്റ്റോറി എന്നുള്ള രീതിയിലാണല്ലോ അത് അയാൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളത് ചിരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ചിരി വരുത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഇതും ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഒരു മനുഷ്യൻ്റെ ഹ്യൂമൻ നേച്ചറിൻ്റെ ഒരു ഇൻക്യൂറബിൾ വീക്ക്നെസ് ആണ് ബിനഗ്നൻസി എന്നുള്ള രീതിയാണ് പറയുന്നത്. നമുക്ക് ഫണ്ണി സ്റ്റോറി അല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ നമുക്കത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ പോലും, വളരെ ബോറായി തോന്നിയെങ്കിൽ പോലും നമ്മൾ അയാൾക്ക് വേണ്ടി, അയാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചിരിച്ചു കൊടുക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഭാഗം കൂടി വരുന്നുണ്ട് ബോസ് എന്ന് പറഞ്ഞ ഈ എസ്സേയിൽ. അതും അതുപോലെ തന്നെ അതിനുള്ള എക്സസൈസ് സെക്ഷനും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു ആൾ.